ത്തിൽ അവതരിപ്പിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. വിഷയത്തിൽ നിരവധി തവണ കത്തു നൽകിയിട്ടും കേന്ദ്രത്തിൽ നിന്നൊരു മറുപടിയും നൽകിയിട്ടില്ല. അടുത്ത മന്ത്രിസഭാ യോഗം വിഷയം പരിഗണിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മരമടി മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പല പരാതികളും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്രാമത്തിൻ്റെ ഉത്സവം പോലാണ് അവരത് പലപ്പോഴും നടത്തുന്നത്. അതിനുവേണ്ടി തയ്യാറാകുന്ന ഒട്ടേറെ കർഷകരും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ചില നിർദ്ദേശം വെച്ചു. ഞങ്ങൾക്കിത് നടപ്പിലാക്കുവാൻ, ഈ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടുന്ന സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിൽ എനിക്ക് തോന്നുന്നു 4 കത്തുകൾ ഞങ്ങളുടെ വകുപ്പ് മുഖേന പോയിട്ടുണ്ട്. ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയിൽ അതൊരു നിയമമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കൊടുത്തിട്ടുണ്ട്. എ വി ജയശങ്കർ 17 വർഷമായി ജല്ലിക്കെട്ടിൻ്റെ കൂടെ നിരോധിക്കപ്പെട്ടതാണ്. ജല്ലിക്കെട്ടിൽ പരിഹാരം ഉണ്ടായി. മരവടി ഇപ്പോഴും അനിശ്ചിതമായ നീളമാണ്. 17 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുവോ മരവടി? എ വി ജയശങ്കർ. അതായത് അശ്മി, മന്ത്രിയുടെ വാക്കിൽ നിന്ന് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഉചിതമായ ബില്ല് സഭയിൽ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കർഷകരെ സംബന്ധിച്ച് ഗ്രാമീണ മേഖല ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈ മരവടിയും കാളപ്പൂട്ടും ഒക്കെ. അത് ഈ അശ്മി സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 17 വർഷമായി അതിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഒരു ബില്ല്, നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന. അടുത്ത മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട ബില്ല് പരിഗണിക്കും. ഈ ബില്ലിൽ കൃത്യമായി ഇതിന്റെ നിലവിലുള്ള ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഉത്തരവുകളെ മറികടക്കുന്ന തരത്തിലായിരിക്കും ഈ ബില്ല് കൊണ്ടുവരിക. എന്തായാലും ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും അടുത്ത സമ്മേളനത്തിൽ ഈ ബില്ല് വരുന്നതോടുകൂടി ഈ ആഘോഷം നടത്തുന്നതിനുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടുമെന്നാണ് കർഷകരുടെയും മറ്റും ഒരു പ്രതീക്ഷ. വലിയ തോതിൽ ഗ്രാമീണ മേഖല ഉൾപ്പെടെ ഇത് നടക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 17 വർഷമായി ഇത്തരത്തിൽ ആഘോഷങ്ങൾ നടത്തുന്നതിന് വലിയ പ്രതിസന്ധിയുണ്ട്. ഈ തമിഴ്നാട് ജല്ലിക്കെട്ട് ഉൾപ്പെടെ നിയമപരമാക്കിയെങ്കിലും കേരളത്തിൽ ഈ മരവടിയും കാളപ്പൂട്ടൊക്കെ നടത്തുന്നതിന് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലാണ് സർക്കാർ ഒരു പരിഹാരം കാണുന്നത്. ആശും തമിഴ്നാട് ജല്ലിക്കെട്ട് മാത്രമല്ല, കർണാടകയിൽ കമ്പളോത്സവം ഉണ്ടായിരുന്നു. ഇതൊക്കെയും രാഷ്ട്രപതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി ഒക്കെ തന്നെ വീണ്ടും നിയമപരമാക്കി. അതിനെതിരെ മൃഗസ്നേഹികൾ കോടതിയിലൊക്കെ പോയെങ്കിലും അതത് നാടിൻ്റെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായും ഈ കർഷക സംഘടനകൾക്കും കർഷക സമിതികൾക്കൊക്കെ ആ നിയമനിർമ്മാണത്തിൽ പ്രതീക്ഷ വെക്കാം. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷോർട്ട് ബ്രേക്ക്.